റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈൻ ചേരുകയാണ്. മിനിസ്റ്റർ, ഇന്നിപ്പോൾ നമ്മൾ തെരച്ചിലിൻ്റെ ഒരു പ്രത്യേക ആക്ഷൻ പ്ലാൻ രൂപീകരിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ പ്രത്യേക പ്ലാനുകളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തെരച്ചിൽ നടത്തിയത്. പക്ഷേ ഇന്ന് അതിനപ്പുറത്തേക്ക് നമുക്ക് ഈ ചാലിയാറിൻ്റെ കരയിലുള്ള വനഭാഗങ്ങളുടെ ഉൾപ്രദേശങ്ങളിലേക്കുള്ള ഒരു തെരച്ചിലുള്ള സംവിധാനമാണ്, പ്രത്യേകിച്ചും ഈ സൺറൈസ് വാലിയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട്. നമ്മൾ എങ്ങനെയാണ് ഈ പ്ലാൻ ക്രമീകരിച്ചിരിക്കുന്നത്? അതിൻ്റെ ഒരു രൂപരേഖ എന്താണ്? മനുവിന് തന്നെ അറിയാൻ നേരിട്ട് സൺറൈസ് പ്രദേശത്ത്, അതായത് 40-45 കിലോമീറ്റർ ദൂരമുള്ള ചാലിയാറിന്റെ വിവിധ പ്രദേശങ്ങൾ, നമ്മൾ ഈ സൂചിപ്പാറ മുതൽ പൂത്തുകല്ല് വരെ എത്താവുന്ന വിവിധ പ്രദേശങ്ങളിൽ നമ്മൾ പല വിധത്തിലുള്ള പരിശ്രമങ്ങൾ നടത്തി നോക്കി. 8 സ്റ്റേഷൻ പരിധികൾക്കകത്ത് പരിശോധന നടത്തി. കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ നേവിയും ഉൾപ്പെടെയുള്ളവർ പരിശോധന നടത്തി. ഹെലികോപ്റ്റർ പോലീസ് ആ സംവിധാനം നടത്തി നോക്കി. എന്നിട്ടും ചിലത് ബാക്കി ഉണ്ടാകുന്നു എന്നൊരു സംശയം ഇന്നലത്തോടുകൂടി വന്നു. ഞാൻ രാത്രിയോടുകൂടി കൈരളി തന്നെ ആളുകളോട് പറഞ്ഞതുപോലെ മുപ്പൈനാട് പ്രദേശത്ത് നിന്ന് കടന്നു വന്ന ആളുകൾ അവിടെ അപകടത്തിൽപ്പെട്ട് അവരെ എയർലിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ച ഘട്ടത്തിൽ ഒരു ബോഡി അവിടെ കണ്ടെത്താനായി. ഇന്നലെ രാവിലെ അംഗഭംഗങ്ങളോടുകൂടി ഒരു ബോഡി കൂടി അവിടെ നിന്ന് കിട്ടിയ സാഹചര്യത്തിലാണ് പുതിയ ആക്ഷൻ പ്ലാന് രൂപം നൽകിയത്. സൂചിപ്പാറയിലെ നേരത്തെ മനു പറഞ്ഞതുപോലെ സൺറൈസ് വാലിയുടെ പ്രദേശത്തേക്ക് സാധാരണ നിലയിൽ നേരിട്ട് മനുഷ്യരെത്തിച്ചേരാൻ പറ്റാത്ത ഒരു സ്ഥലം കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഒരു ഹെലി ടീമിനെ അയക്കുകയാണ്. ഹെലി ടീം എന്ന് പറഞ്ഞാൽ 12 പേരടങ്ങുന്ന ഒരു ടീമാണ്. 2 പേർ ഫോറസ്റ്റ്, 2 പേർ SOG, 2 പേർ ഫോറസ്റ്റ്, 4 പേർ SOG, 6 പേർ ആർമി പേഴ്സൺസ്, ഇങ്ങനെ 12 പേർ വെൽ ട്രെയിൻഡ് ആയിട്ടുള്ള 12 പേർ പ്രത്യേക ഹെലികോപ്റ്ററിൽ ഇന്ന് 8 മണിക്ക് SKMJയിൽ നിന്ന് ആരംഭിക്കണമെന്നാണ് നമ്മൾ കരുതിയത്. പക്ഷെ ക്ലൗഡിന്റെ പ്രത്യേകത കൊണ്ട് അരമണിക്കൂർ കൂടി വൈകും എന്ന് ഇപ്പോൾ ഈ മിനിറ്റിൽ ഒരു മിനിറ്റ് മുമ്പ് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് വന്ന് 7:20 ഇവിടെ ലാൻഡ് ചെയ്ത് 8 മണിക്ക് പോകേണ്ടതാണ്. പക്ഷെ അവിടെ നിന്ന് വരുന്നതിലും ഇത്തിരി വൈകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അരമണിക്കൂറിന്റെ സമയ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 8:30 മണിക്കെങ്കിലും നമുക്ക് ടേക്ക് ഓഫ് ചെയ്യാം എന്ന് നമ്മൾ കരുതുന്നു. അത് കഴിഞ്ഞാൽ നേരെ വന്നിട്ട് ചാലിയാറിന്റെ 2 കരകളിലുമായി 6 വീതം ആളുകളെ ഡിസ്പ്ലേ ചെയ്യലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അവിടെ വെച്ച് മനുഷ്യസാധ്യം എന്ന് പറയുന്നതിന്റെ ഏറ്റവും ഡേഞ്ചറസ് ആയ ഒരു സിറ്റുവേഷനിൽ അവിടെ തരിക എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ മൃതശരീരങ്ങൾ കിട്ടിയാൽ എയർലിഫ്റ്റ് ചെയ്യാനുള്ള വാഹനം നമ്മൾ ഇവിടെ കരുതി വയ്ക്കും. അതിന്റെ ഇന്ധന സംവിധാനങ്ങളെല്ലാം കുടികൾ പ്രയാസമില്ലാത്ത വിധത്തിൽ കൊണ്ടുവരാനാണ്. മറ്റൊരു അതേസമയം തന്നെ ഈ നമ്മൾ ചൂരൽമലയിലും ഇതുപോലെ തന്നെ മുണ്ടക്കയിലും ഇതിന് സമാന്തരമായി സാധാരണ നടത്തുന്ന തെരച്ചിൽ ഇന്നും തുടരില്ലേ? സാധാരണ നടത്തുന്ന തെരച്ചിൽ മാത്രമല്ല മനു, അതിൽ ഒരു കാര്യം കൂടി പ്രത്യേകമായിട്ട് കൈരളിയോട് പറയാറുണ്ട്. 6 സോണലുകളായി തിരിയുന്നത് അങ്ങനെ നടക്കും. 6 സോണലുകളിൽ ഇന്ന് മുതൽ ഒരു അസസ്മെന്റ് ആരംഭിക്കുകയാണ്. അതായത് ഇന്നലെ വൈകുന്നേരം സേനയുമായി നടത്തിയ മന്ത്രിതല ഉപസമിതിയുടെ പ്രത്യേക യോഗത്തെ തുടർന്ന് ഒരു അസസ്മെന്റ് തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ്. അവരവർ തന്നെ ഇത് തയ്യാറാക്കുന്ന പോലെ ഇപ്പൊ നമുക്കറിയാം, സർക്കാർ എല്ലാ വർഷവും ഞങ്ങൾക്ക് തന്നെ മാർക്കിടുന്ന പോലെ നടന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് ഉണ്ടാക്കുകയാണ്. എത്ര പ്രദേശങ്ങളായി, ഏതെങ്കിലും ബാക്കിയുണ്ടോ, ഇനി തിരയാൻ ഏതെങ്കിലും സ്ഥലമുണ്ടോ, ഉണ്ടെങ്കിൽ അവിടെ തന്നെ തിരയുക. ഇങ്ങനെ വെച്ച് 6 സോണുകളിലും നടത്തിയവർ തന്നെ അവരുടെ ഒരു അപ്ഡേറ്റ് തയ്യാറാക്കും, ഒരു അസസ്മെന്റ് തയ്യാറാക്കും. ഇനി ഏതെങ്കിലും പോകാനുണ്ട്, അപ്പൊ അവരെല്ലാവരും ഒരുമിച്ചായിരിക്കും. ആ കൂട്ടത്തിൽ LSTD റവന്യൂ ഉദ്യോഗസ്ഥന്മാരെ കൂടി ഇന്ന് പ്രത്യേകമായി അങ്ങോട്ട് അയച്ച് ഓരോ പ്രദേശവും നോക്കിയിട്ട് ഇനി ഏതെങ്കിലും സ്ഥലങ്ങൾ ബാക്കിയുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവസാനമായി റിപ്പോർട്ട് എടുക്കും. 3ാമത്തെ കാര്യം, നമ്മുടെ ചൂരൽമല പ്രദേശം കേന്ദ്രീകരിച്ചുള്ള കിണറുകളിലേക്കുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള തെരച്ചിൽ ഇന്ന് പ്രത്യേകമായി അതുകൂടി നടക്കുന്നു. ഈ 3 തരത്തിലുള്ള പ്രത്യേകതകളായിരിക്കും ഇന്നത്തെ തെരച്ചിലിനെ നമ്മൾ ഊർജിതമാക്കാൻ വേണ്ടി ശ്രമിക്കും. മിനിസ്റ്റർ, മറ്റൊരു പ്രധാനപ്പെട്ട ആശങ്ക, നമ്മുടെ ആളുകളെയൊക്കെ രക്ഷപ്പെടുത്തി നമ്മൾ ക്യാമ്പുകളിലേക്കെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. പലരുടെയും രേഖകളും കാര്യങ്ങളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് എത്രയും വേഗം വീണ്ടെടുത്ത് കൊടുക്കാനുള്ള അതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? സാധാരണ ഈ രേഖകളൊക്കെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ഒരുപാട് നടപടിക്രമങ്ങളുണ്ടല്ലോ. ഇവിടെ നമ്മളത് ലഘൂകരിച്ചിട്ടുണ്ടായെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി തന്നെ
ഇന്നലെ നേരിട്ട് ഇവിടെ എത്തിച്ചേർന്ന് LSTD-യുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ട രേഖകൾ അവര് ക്യാമ്പിൽ പോയി വിവരശേഖരണം നടത്തി ആളുകൾ ഇനി വരാത്ത വിധത്തിൽ ഒരു പൊതുകേന്ദ്രത്തിൽ ജില്ലാ ഭരണകൂടം റവന്യൂ പറയുന്നതനുസരിച്ച് തയ്യാറാക്കാൻ സന്നദ്ധമാണ് എന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ചോദിക്കാൻ കാരണം നമ്മളിപ്പോൾ ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ നമ്മുടെ പ്രേക്ഷകർ ഒരുപാട് പേര് ഇങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്, ഈ രേഖകൾ നഷ്ടപ്പെട്ടു പോയവർക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്, അതിനുള്ള നടപടികൾ എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ എടുത്തു ചോദിച്ചത്. ഞാൻ കൈരളിയിലൂടെ അസന്നിഗ്ധമായി പറയട്ടെ, ഒരു 10 ദിവസത്തിനകത്ത് ഒരു പൊതു ക്യാമ്പ് തീരുമാനിച്ച്, ഒരു പൊതു അദാലത്ത് എന്ന് പറഞ്ഞാൽ ആളുകൾ അപ്പുറത്തും വേണ്ടേ, അദാലത്തല്ല, ഒരു പൊതു ക്യാമ്പ് തീരുമാനിച്ച് നമ്മൾ നിലവിലുള്ള ക്യാമ്പുകളിൽ പോയി വിവരശേഖരണം നടത്തി എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും ഒരു കുടക്കീഴിൽ വിളിച്ചിരുത്തി കളക്ടറുടെ നേതൃത്വത്തിൽ ഒരു പൊതു അദാലത്ത് അഥവാ ഒരു പൊതു ക്യാമ്പ്, നഷ്ടപ്പെട്ട രേഖകൾ തിരിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു പൊതു സംവിധാനം ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഇതൊന്ന് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു 10-15 ദിവസത്തിനുള്ളിൽ ഒരു പൊതു പരിപാടി നടത്തിക്കൊണ്ട് എല്ലാവർക്കുമുള്ള രേഖകൾ അവിടെ പോയി വിവരശേഖരണം നടത്തി ലഭ്യമാകുന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കൊടുക്കാനുള്ള പരിപാടി തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഏറ്റവും പെട്ടെന്ന്, ഒരാളും പേടിക്കേണ്ടതില്ല. ഏത് രേഖകൾ നഷ്ടപ്പെട്ടാലും കേരള സർക്കാരുമായി ബന്ധപ്പെട്ട രേഖകളുടെ അവസാനത്തെ അഭിപ്രായം ക്യാബിനറ്റാണ്. അതുകൊണ്ട് ആ ഉപസമിതിയിലെ അംഗം എന്ന നിലയിൽ വളരെ വിശ്വസ്തയോടുകൂടി ഞാൻ പറയുന്നു, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു മിഷനാണിത്. ഈ മിഷന്റെ പ്രത്യേകത അതാണ്. മുഖ്യമന്ത്രി തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്ന ഓരോ മണിക്കൂറിലും ഞങ്ങൾ മുഖ്യമന്ത്രിയോട് ആൻസറബിൾ ആയിട്ടുള്ള ഒരു മിഷനാണിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ മിഷന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങൾ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്തു തീർക്കേണ്ട ഏത് രേഖയും ഒരു ദിവസം പോലും വൈകാതെ ഒരാളെ പോലും വില്ലേജ് ഓഫീസിലോ പഞ്ചായത്ത് ഓഫീസിലോ ബന്ധപ്പെട്ട ഓഫീസുകളിലോ കയറി ഇറങ്ങാൻ അനുവദിക്കാതെ നേരിട്ട് കൊടുക്കാവുന്ന വിധത്തിലുള്ള സംവിധാനം ഉണ്ടാക്കുമല്ലോ. മിനിസ്റ്റർ, ഒരു കാര്യം കൂടിയുണ്ട്, അതായത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദുരന്ത മേഖലയിൽ നിന്ന് കേട്ട ഒരു സങ്കടമാണ്. ഈ നമ്മൾ പല സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടാകുമല്ലോ ആളുകൾ, അതിൻ്റെയൊക്കെ EMI ഒക്കെ അടയ്ക്കാനുണ്ട്. പക്ഷേ ഈ EMI അടയ്ക്കേണ്ട ആളുകളെ വിളിച്ചിട്ട് ആദ്യം സുഖവിവരങ്ങൾ അന്വേഷിക്കുന്നു, പിന്നീട് EMI എത്രയും വേഗം അടയ്ക്കണം, ഇല്ലെങ്കിൽ പ്രശ്നമാകും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ചില ഭീഷണി പോലുള്ള സന്ദേശങ്ങളൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നു എന്നൊക്കെ ഇന്നലെ ആളുകൾ പരാതി പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു മിനിസ്റ്റർ അതിലൊരു വാക്ക് പറഞ്ഞാൽ ആ മനുഷ്യർക്ക് അതൊരു വലിയ ആശ്വാസമാകും. എന്താണ് നമുക്ക് അതിലൊക്കെ ചെയ്യാൻ പറ്റുക? ഇനി ഞാൻ പറയുന്നത്, ഈ ദുരന്തമുഖത്തുള്ള ഒരാളെയും ആ വിധത്തിൽ ഒരു ഭീഷണിക്കും ഒരു പേടിപ്പിക്കലിനും വിധേയമാക്കില്ല. അതിന്റെ ഗ്യാരണ്ടി സർക്കാരാണ്. ആര് വന്നാലും ഇപ്പുറത്ത് സർക്കാരുണ്ട്. നേരത്തെ ഉണ്ടാകുന്ന മനു മേടിച്ചൊരു സാധനത്തിൽ EMI ചോദിച്ചിട്ടുണ്ടെങ്കിൽ മനു മാത്രമാണ് ഉത്തരവാദി. ഇപ്പൊ മനു മാത്രമല്ല, നമ്മൾ കൂടിയുണ്ട്, നമ്മൾ കൂടിയുണ്ട്, കേരളം കൂടിയുണ്ട് അവരുടെ കൂട്ടത്തിൽ. അപ്പൊ അവരെ അവരുടെ ഏതെങ്കിലും വിധത്തിലുള്ള പേടിപ്പിക്കാൻ അനുവദിക്കുന്ന പ്രശ്നമില്ല. ദുരന്തബാധിത മേഖലയിൽപ്പെടുന്ന ഒരാളെയും സ്വകാര്യ കമ്പനികൾ പേടിപ്പിച്ചാൽ ആ പേടിപ്പിക്കലിന് വിധേയമാകില്ല. അങ്ങനെ പേടിപ്പിക്കാൻ ഇനി ശ്രമിച്ചാൽ, ഞാൻ അത്രേ പറയുന്നുള്ളൂ, സർക്കാർ നമ്മൾ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കുകയാണ്. ഒറ്റ കാര്യം കൂടി, നമ്മുടെ മുൻപിലുള്ള ഒരു സങ്കടകരമായ കാര്യം ഇന്നലെ മിനിസ്റ്റർ പറഞ്ഞതാണ്, ഈ തിരിച്ചറിയാൻ കഴിയാത്ത മൃതദേഹങ്ങൾ സംസ്കരിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വേദനാജനകമായ കാര്യം. അതിന് ഇനിയും കൂടുതൽ സ്ഥലം ആവശ്യമുണ്ട് എന്നാൽ അതിനുള്ള നടപടികൾ നമ്മൾ ഇന്നലെ 50 സെന്റ് സ്ഥലം കൂടി ഏറ്റെടുക്കുന്ന കാര്യമടക്കം പറയുകയുണ്ടായി. അപ്പോൾ ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള നമ്മുടെ ക്രമീകരണം, ആക്ഷൻ പ്ലാൻ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്? നമ്മളിപ്പോ ആദ്യത്തെ ദിവസം 5 മൃതശരീരങ്ങൾ, അതായത് കൽപ്പറ്റയിൽ നമ്മൾ സംസ്കരിച്ച അതിന് 2 പിന്നെ 3 5 മൃതശരീരങ്ങൾ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ സംസ്കരിക്കുന്ന HML പ്ലാന്റേഷനും സർക്കാരും തമ്മിൽ തർക്കമുള്ള ഭൂമിയിൽ നമ്മൾ ഏറ്റെടുത്ത 64 സെന്റ് സ്ഥലത്ത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ മിനിഞ്ഞാന്ന് 8 മൃതശരീരങ്ങളാണ് നമ്മൾ സംസ്കരിച്ചത്. ഇന്നലെ 31 പൂർണ്ണമായ മൃതശരീരങ്ങളും 154 പാർട്സും ഇന്നലെ രാത്രിയോടുകൂടി നമ്മൾ അവസാനിപ്പിച്ചു. അതിൽ ലഭ്യമായ സ്ഥലം തന്നെ മതിയായി. ഇനി കൂടുതൽ സ്ഥലം ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഏറ്റെടുക്കാൻ നമുക്ക് സാധ്യതയുണ്ട്. ശരി, മിനിസ്റ്റർ സംസാരിച്ചതിന് ഏറ്റവും പ്രധാനമായും 2-3 ഉറപ്പുകൾ മിനിസ്റ്റർ നമുക്ക് നൽകുകയുണ്ടായി. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ ചോദിച്ച 2 കാര്യങ്ങളായിരുന്നു. ഒന്ന്,
ഈ പറയുന്ന രേഖകളുടെ വീണ്ടെടുപ്പ്, നഷ്ടപ്പെട്ടു പോയ രേഖകൾ എങ്ങനെ ഇനി മുന്നോട്ട് പോകുന്നവർക്ക്, അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് അതിലൊരു സംശയവും വേണ്ട. കൃത്യമായ രീതിയിൽ സർക്കാരിൻ്റെ ഇടപെടൽ ഉണ്ടാകും. ആർക്കും ഒരാശങ്കയും കൂടാതെ അവരുടെ കൈകളിലേക്ക് രേഖകൾ എത്തുമെന്ന് മന്ത്രി ഉറപ്പു നൽകുന്നൊരു കാര്യമുണ്ടായി. മറ്റൊന്ന്, ഇന്നലെ ദുരന്ത ഭൂമിയിൽ നിന്ന് നമ്മൾ കേട്ട വലിയൊരു ആശങ്ക, ഒരു സങ്കടമായിരുന്നു ഈ പറയുന്ന ഭീഷണികൾ. ഈ EMI തുക അടച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് പറഞ്ഞുകൊണ്ടുവന്ന ഭീഷണികൾ. അത്തരത്തിലുള്ള ഒരു ഭീഷണിയും ഇനി ഉണ്ടാകില്ല അവിടെയുള്ള ഒരു മനുഷ്യർക്ക് നേരെയെന്നും മന്ത്രി ഉറപ്പു പറയുകയായിരുന്നു. കാരണം ഇത്രയും നാളും അത് അവരുടെ മാത്രം പ്രശ്നമായിരുന്നെങ്കിൽ ഇനി ആ നാട്ടിലെ മനുഷ്യരുടെ പ്രശ്നം അത് സർക്കാരിൻ്റേത് കൂടിയാണ്, കേരളത്തിൻ്റെ ഒന്നടങ്കമാണ്. അതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള ഒരാശങ്കയും വേണ്ട എന്ന് മന്ത്രി ഉറപ്പു നൽകുകയും ചെയ്തിരിക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ റവന്യൂ മന്ത്രി നമ്മളോട് പറഞ്ഞത്.